പാർവതി ചെയ്യുന്നത് എന്തും വിപിൻ സാറിന് ശരിയാ. അവള് നന്മയുടെ നിറകുടാണെന്ന വിപിൻ സാറ് വിശ്വസിച്ചിരിക്കുന്നത്. അവളങ്ങനെയല്ല. അവളുടെ ഉള്ളിലിരിപ്പ് മഹാമോശമാണെന്ന് ഞാൻ എങ്ങനെയാ ഒന്ന് വിപിൻ സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? അതെങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറയാൻ ചെല്ലുമ്പോ അതൊന്നും കേൾക്കാതെ എനിക്ക് നേരെ ചാടിത്തുള്ളുവല്ലേ? ഇങ്ങനെയാ വിപിൻ സാറിന്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കുന്നേ. പല്ലവി, എന്തു പറ്റി? ഒന്നുമില്ല. അത് വെറുതെ. പല്ലവിയുടെ മുഖത്ത് എന്തോ കാര്യമായ ഒരു വിഷമം കാണുന്നുണ്ടല്ലോ. ഒന്നുമില്ല ഗാർഗി. അങ്ങനെ ഉരുണ്ടു മാറാനൊന്നും നോക്കണ്ട. എന്നോട് പറയാൻ പറ്റുന്ന വിഷമാണെങ്കിൽ പറയ്. എന്താടി, വിപിൻ നിന്നെ വല്ല വഴക്കോ മറ്റോ പറയോ ചെയ്തോ? വിപിൻ സാറിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല ഗാർഗി. അതെന്തു പറ്റി? നിന്നോടുള്ള എതിർപ്പൊക്കെ മറന്ന് അവൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ? പിന്നെന്താ അതിനൊരു മാറ്റം? ശരിയാണ്, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വിപിൻ സാർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതായിരുന്നു. അത് കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോ നിങ്ങൾക്കിടയിൽ എന്തുണ്ടായി? ഇവിടെ സ്വത്ത് തർക്കം വന്നതിന് ശേഷം വിപിൻ സാറിന്റെ മനോഭാവം ആകെ മാറി. സാർ എന്നിൽ നിന്നും മനഃപൂർവ്വം അകന്നു തുടങ്ങി. സ്വത്ത് വീതം വെപ്പൊക്കെ അതിന്റേതായ രീതിക്കങ്ങ് നടന്നു പോവും. അതിന് വിപിൻ എന്തിനാ പല്ലവിയിൽ നിന്ന് അകലുന്നേ? ഗാർഗി, ഞാൻ പറയുന്നത് ശരിയാണോന്ന് ഗാർഗി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പറയ്. ഇവിടെ ഒരു കുഞ്ഞിക്കാലെ കണ്ടാലല്ലേ ഇവിടുത്തെ സ്വത്തുക്കള് വീതം വെക്കാൻ പറ്റൂ? അങ്ങനെയാണല്ലോ ബ്രോയുടെ മുത്തശ്ശൻ എഴുതിയ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വത്തുക്കള് പാടില്ലെന്ന്. അതവളുടെ അടവാ. ആദ്യം അവൾക്ക് കുഞ്ഞുണ്ടാവണം. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതിന് പ്രയോഗിച്ച തന്ത്രം. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് വിഷമം വരാതിരിക്കോ? നിനക്ക് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ എന്ന് കരുതിയാ ഞാൻ മിണ്ടാതെ നിന്നത്. പല്ലവി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? പാർവതി നിന്റെ ശാന്തി മുഹൂർത്തം മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റായ ഉദ്ദേശത്തോടെ ആയിരിക്കില്ല. അതിനവള് പറഞ്ഞ കാരണം സത്യമായിരിക്കും.
ഉം? വിനയ്, നിനക്കോ വിപിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ആദ്യം കുഞ്ഞുണ്ടായാൽ തന്നെ സ്വത്തിന്റെ ഏകദേശം 1/4 ഭാഗത്തോളം നമുക്ക് വന്നു ചേരും. ഞാനും റിയയും അതിന് ട്രൈ ചെയ്യുന്നുണ്ടമ്മേ. ഹ, നീ റിയയോ? ദേ, ഞാനൊന്നും പറയുന്നില്ല. അതെന്താണ്, അമ്മയ്ക്ക് റിയ ഇഷ്ടമല്ലേ? എടാ ബോധമില്ലാത്തവനെ, നിനക്കും റിയയ്ക്കും കുഞ്ഞുണ്ടായിട്ട് എന്ത് കാര്യം? അതെന്ത് ചോദ്യമാണ്? ആ കുഞ്ഞ് എന്റെ ചോരയിൽ പിറക്കുന്ന കുഞ്ഞു തന്നെയല്ലേ? നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞു തന്നെയാ. പക്ഷെ ലീഗലി റിയ നിന്റെ വൈഫാണോ? അത് ഗാർഗിയല്ലേ? അതുകൊണ്ട് റിയയിൽ നിനക്കൊരു കുഞ്ഞുണ്ടായി എന്ന് കരുതി ആ കുഞ്ഞിന് ഇവിടുത്തെ സ്വത്തുക്കളില് ഒരവകാശം ഉണ്ടാവാൻ പോകുന്നില്ല. ഓഹോ, അങ്ങനൊരു ഏടാ കൂടെ ഇതിലുണ്ടല്ലേ? ഉണ്ട്. അതുകൊണ്ട് ഗാർഗിയിൽ തന്നെ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. അല്ല, അതിപ്പോ ഹാ, അത് നടക്കില്ല. ഗാർഗിയോട് താല്പര്യം ഉണ്ടെങ്കിലല്ലേ നിനക്കവളിൽ കുഞ്ഞ് ജനിക്കൂ. ശ്ശേ, ഇത് വല്ലാത്തൊരു പുലിവാലായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിനയ്, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും എനിക്കിപ്പോ നിന്നിൽ ഒരു പ്രതീക്ഷയില്ല. ഞാനിപ്പോ കരുതുന്നത് വിപിനും പല്ലവിക്കും ആദ്യം കുട്ടി ഉണ്ടാവണമെന്നാ. അല്ലമ്മേ, ഗാർഗിയെ ഡിവോഴ്സ് ചെയ്തിട്ട് റിയയെ കെട്ടിയിട്ട് അതിലൊരു കുഞ്ഞുണ്ടായാൽ അത് ശരിയാവില്ലേ? അപ്പോഴേക്കേ ഞാൻ മൂത്ത് നിറച്ച് കുഴിയിൽ പോവും. എടാ, വിശാലിന് പിറക്കുന്ന കുഞ്ഞിനെ കെട്ടിക്കാനുള്ള പരിവവും ആവും. വിനയ്, ഗാർഗിയെ അത്ര പെട്ടെന്നൊന്നും ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ അവളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? എടാ മോനെ, ശേഷം കാലം ജയിലിൽ കിടന്ന് എന്തിനാ അഴിയണി തീർക്കുന്നത്? ആ മോളെ പല്ലവി, ഒന്നിങ്ങ് വരൂ. എന്താ അമ്മേ? അല്ല മോളെ, നിങ്ങളുടെ ശാന്തി മുഹൂർത്തം ഇതുവരെയും കഴിഞ്ഞില്ലല്ലോ. ഇല്ലമ്മേ, ഇനി എപ്പോഴാ അത് നടക്കുന്നത്? അതൊന്നും ഉടനെ നടക്കില്ലമ്മേ. അതെന്താ നടക്കാത്തെ? ചേച്ചിയും അമ്മയും തമ്മിലും എന്തൊക്കെയോ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. സമയം കൊള്ളില്ല അത്രേ. ഇനി 2 മാസം കഴിഞ്ഞ് ശാന്തി മുഹൂർത്തം നടത്താൻ പാടുള്ളൂ എന്ന് അവര് പറയുന്നത്. 2 മാസമോ? അങ്ങനെയാ പറഞ്ഞത്. അല്ല മോളെ, ഈ സമയദോഷം മാറാൻ പരിഹാരങ്ങളൊന്നുമില്ലേ? എനിക്കിത് അറിയില്ലമ്മേ. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ, മോളി ചെല്ല്. ശരി അമ്മേ. വിനയ്, എന്താ അമ്മേ? നീ നാളെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ചെയ്യാമേ, എന്താണ് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നാളെ ഈ വീട്ടില് ഒരു ഭൂകമ്പം നടക്കും. പാറു, മണിക്കുട്ട, നിന്നോട് ഞാൻ പിണക്കവാ. അതെന്താ മണിക്കുട്ട, നീ എന്താ അങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് പറയണം? ഈയിടെ നീ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അത് പിന്നെ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളും. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ട് പാറു. നീ എന്തിനാ എപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ തലയിടുന്നത്? ഞാൻ അങ്ങനെയല്ലേ മണിക്കുട്ട. ആരുടെയെങ്കിലും വിഷമം കണ്ടാലോ എവിടെയെങ്കിലും അനീതി കണ്ടാലോ എനിക്കത് കണ്ടില്ലാന്ന് കരുതി നിൽക്കാൻ സാധിക്കില്ല. എങ്കിലും നീ നിന്നെ തന്നെ മറന്ന് ഒന്നും ചെയ്യരുത്. നിന്റെ കാര്യങ്ങളിൽ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം. എന്തായാലും എന്നെ സ്നേഹിക്കാനും ഉപദേശിക്കാനും നീയുണ്ടല്ലോ.
അത് വലിയ സന്തോഷവും ആശ്വാസവും എനിക്ക്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ പാറു. അച്ഛനും അമ്മയും ഇല്ലല്ലോ. നീ തന്നെയല്ലേ എന്റെ അമ്മ. അതെനിക്കറിയാം. ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും മണിക്കുട്ട. ഞാൻ നിന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള വിഷമമൊന്നും നിനക്ക് വേണ്ട. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാലോ, മിണ്ടാലോ. പിന്നെന്താ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ പാറു. നീ അത് കാര്യമാക്കണ്ട. എന്നാ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഉം. അയ്യോ, എന്താ ഞാൻ ഈ കാണുന്നത്? ദേവമ്മ തീയിൽ പെട്ടിരിക്കുകയാണല്ലോ. അയ്യോ, അമ്മയെ എങ്ങനെ രക്ഷിക്കും? എന്റെ ഉദയനൂരമ്മ, ദൈവമയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കോ? അമ്മ, ദൈവമയ്ക്ക് ഒരാപത്തും വരുത്തരുത്. അയ്യോ, എന്താ അമ്മേ, എന്തു പറ്റി? ദേ, ഞങ്ങൾ ഇവിടെ നിന്നും പോവാ. ഞങ്ങൾ മാത്രമല്ല, വിപിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇനി ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരില്ല. നിങ്ങളെ ആരെയും ഉപദ്രവിക്കുകയില്ല. നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ഇനിയൊരു ശല്യമായി മാറില്ല. എല്ലാത്തിനും ഞങ്ങളോട് ചെയ്ത എല്ലാ സഹായത്തിനും നന്ദി. അമ്മേ, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങൾ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ഞങ്ങൾക്ക് പോകണം. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എന്നെ മനസ്സിലാക്കാത്തവരോടൊപ്പം, എന്റെ മക്കളെ മനസ്സിലാക്കാത്തവരോടൊപ്പം എന്തിനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇത് ഇവളുടെ എന്തോ ഒരു അടവാ. ഞങ്ങൾ പോകുക. അമ്മേ, കാര്യം എന്താന്ന് തെളിച്ച് പറയ്. നീ അവരെ കാര്യം എന്താണെന്ന് ചോദിച്ച് തടയാൻ നിൽക്കണ്ട. അവര് പോവുകയാണെങ്കിൽ പോട്ടെ. അവർക്കിവിടെ എന്തൊക്കെയോ അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ അവര് പോകുന്നത്. പോകുന്നൊരു പോട്ടടാ. പ്രഭാവതി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. അച്ഛൻ എന്ത് വർത്തമാനായി പറയുന്നത്? എരിതീയിൽ എണ്ണ കോരി ഒഴിക്കാൻ നോക്കുകയാണോ? അമ്മയ്ക്കും വിനയ്ക്കും ഇവിടെ എന്തോ പ്രയാസമുണ്ട്. അതുകൊണ്ടാ അവര് പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. അപ്പോ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അതിന് പകരം പോകുന്നവർക്ക് പോവാം എന്നാണോ പറയേണ്ടത്? ചേച്ചി, ചേച്ചി എന്തിനാ പോകുന്നത്? അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അമ്മേ, അമ്മയുടെ വിഷമം എന്താ? അത് എന്നോട് പറയ്. എന്ത് വിഷമത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. എത്ര വലിയ പ്രോബ്ലം ആയാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. ഈ വീടിനകത്തുണ്ടായ പ്രശ്നമല്ലേ, അതിന് പരിഹാരം നമുക്കിപ്പോ തന്നെ ഉണ്ടാക്കാം. ചേച്ചി, വിഷയം എന്താണെന്ന് പറയേ.
വിനയ്, എന്താ ഉണ്ടായത്? അത് അമ്മ പറയട്ടെ. എന്താ അമ്മേ, എന്താ പ്രശ്നം? അത് നിനക്കറിയില്ലേ? എടി, അത് നിനക്കറിയില്ലേന്ന്? എടാ, ദേ ഇവളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പാർവതിയോ? പാർവതി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ദേ, ഇവള് പാഷാണത്തിലെ കൃമിയാ. അത്രയ്ക്ക് വിഷമാണ് ഇവള്. ഒരു സ്ലോ പോയിസൺ പോലെ ആരും അറിയാതെ ഇവള് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആർക്കും ഇവളെ സംശയം തോന്നുകയില്ല. പാർവതി, നീ എന്താ ചെയ്തേ? അമ്മ എന്തിനാ നിന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അത് അവളോട് ചോദിച്ചാ അവൾ അതിന് മറുപടി പറയൂ? ഞാൻ പറയാം. ഇവള് പല്ലവിയെയും ദീപിനെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ശല്യോ? ഞാനിവരെ എങ്ങനെ ശല്യപ്പെടുത്തിയെന്നാ? പല്ലവി, നീ ഇത് കേൾക്കുന്നില്ലേ? ഞാൻ പറയട്ടെ. ഇവള് കാരണം പല്ലവിക്കും വിപിനും ഐക്യത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുന്നില്ല. അതിനിടയ്ക്ക് കയറി ഇവിടെ ഇടങ്കോലിടുകയാ ഇവള്. അത് കൊള്ളാലോ. വിപിനാണെങ്കിൽ ഒരു പൊട്ടൻ. ഇവൾ എന്തു പറയുന്നോ അത് വെള്ളം തൊടാതെ വിഴുങ്ങും അവൻ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇതുവരെ വിപിന്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തം പോലും കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? ഇവളുടെ കുത്തിത്തിരിപ്പ്. ഇവൾ ഓരോന്ന് പറഞ്ഞ് വിപിനെ കുത്തിത്തിരിപ്പിക്കും. അത് കേട്ടോണ്ട് അവന് ഭാര്യയും വേണ്ട, ശാന്തി മുഹൂർത്തം വേണ്ട എന്നുള്ള സ്ഥിതിയുമായി. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ പല്ലവി പറയട്ടെ. പാവം കുട്ടിയാ പല്ലവി. എല്ലാം ഇവൾ ആരോടും പറയാതെ സഹിക്കുക. അല്ല, സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? ഒടുവില് സഹി കെട്ട് ഇനിയെങ്കിലും ശാന്തി മുഹൂർത്തം നടത്തിയേ പറ്റൂന്ന് വിചാരിച്ച് പല്ലവി അവളുടെ അമ്മയെ വിളിച്ച് മുഹൂർത്തത്തിന് നേരം കുറിക്കാൻ പറഞ്ഞു. അത് അമ്മയോട് പറഞ്ഞത് ഈ നിൽക്കുന്ന ഇവൾ അറിഞ്ഞു. അപ്പോ പുതിയൊരടവും കൊണ്ട് വന്നിരിക്കുക. 2 മാസം കഴിഞ്ഞു മാത്രമേ ഇവരുടെ ശാന്തി മുഹൂർത്തം നടത്താൻ പാടുള്ളൂ എന്ന്. എങ്ങനെയുണ്ട്? അതെന്താ 2 മാസത്തെ കാലാവധി? അതിനിടയ്ക്ക് ശാന്തി മുഹൂർത്തം നടത്തിയാൽ ഇവർക്ക് എന്തൊക്കെയോ ദോഷം ഉണ്ടാകും പോലും. ഇതാണ് അവസ്ഥയെങ്കിൽ പല്ലവിക്കും വിപിനും എങ്ങനെയാ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നേ? ഞാനാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുക. വിശാലിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 2 ആവാൻ പോവാ. അവന് ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. വിനയും ഗാർഗിയും അത്ര രസത്തിലുമല്ല. അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെയുള്ള ഏക പ്രതീക്ഷ വിപിനും പല്ലവിയുവാ. ഇങ്ങനെ പാർവതി ഓരോ മുട്ടു ന്യായങ്ങളുമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട എന്റെ ആ പ്രതീക്ഷ അസ്തമിക്കും. പാർവതി, താൻ എന്തിനാ വിപിന്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തം മാറ്റിവെക്കണമെന്ന് പറഞ്ഞത്? അങ്ങനെ മാറ്റിവെച്ചതുകൊണ്ട് എന്താ ഗുണം?
മാറ്റി വെച്ചില്ലെങ്കിൽ എന്ത് ദോഷമാ അവർക്കുണ്ടാവുന്നത്? ആ നാഗദോഷം ഒരു പരിധിവരെയെങ്കിലും മാറാതെ ശാന്തി മുഹൂർത്തം നടത്തിയ, അതിനുശേഷം വിപിനും പല്ലവിക്കും കുഞ്ഞുണ്ടായ, അത് 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 നിനക്ക് ആപത്താ മോളെ. എനിക്ക് ആപത്തോ? പല്ലവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് എനിക്ക് എങ്ങനെ ആപത്താവുന്നത്? എനിക്ക് എന്താപത്താ ഉണ്ടാവുന്നത്? നിന്റെ ജീവന് ദോഷം ഉണ്ടാവും മോളെ. പാർവതി, ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. എന്തിനാ വിപിന്റെയും പല്ലവിയുടെയും ശാന്തി മുഹൂർത്തം മാറ്റിവെക്കുന്നതെന്ന്? കണ്ടോ അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ?